നമ്മളുടെ നാട്ടിൽ കേരളത്തിൽ നിലവിൽ ഈ സംവിധാനം അത് അപ്രസക്തമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഇനി ഈ ഒരു റൂൾ ഓഫ് ലോ അതിനെ ഇതുപോലെ അപ്രസക്തമാക്കിക്കൊണ്ട് അതിനെ വകവെക്കാതെ നിയമം കയ്യിലെടുക്കുന്ന പ്രവണത അത് ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കാണിക്കുന്ന രണ്ട് കൂട്ടരുണ്ട്. അതൊന്ന് CPM-ഉം രണ്ടാമത് ഈ ഇസ്ലാമിൻ്റെ പക്ഷത്തുള്ള ആളുകളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഉത്തരാഖണ്ഡിൽ നടന്ന ഒരു വയലൻസിനെ കുറിച്ച് കണ്ടു. നിയമവിരുദ്ധമായിട്ട് കെട്ടിപ്പൊക്കിയ പ്രത്യേകിച്ച് ബംഗ്ലാദേശി അനധികൃതമായിട്ട് അവിടെ നിന്നും വന്ന് കുടിയേറി പാർക്കുന്ന ആളുകളടക്കം തിങ്ങി പാർക്കുന്നവർക്ക് ഒളിവിൽ താമസിക്കാൻ പോലും അവസരമൊരുക്കി കൊടുക്കുന്ന ഒരു പ്രദേശം അത് ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നോട്ടീസ് കൊടുത്തിട്ടും ഒഴിഞ്ഞു പോകാതിരിക്കുകയും അങ്ങനെ അവസാനം അവിടുത്തെ സ്റ്റേറ്റ് മെഷീനറി മുന്നിട്ടിറങ്ങി അത് ഇടിച്ചു നിരത്തുന്നൊരവസ്ഥ വന്നപ്പോൾ അവിടെ നമ്മൾ കണ്ടത് അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത പ്രകാരം വലിയ തോതിൽ പെട്രോൾ ബോംബ് അടക്കമുള്ള സംഗതികൾ എറിഞ്ഞുകൊണ്ട് അവിടെ കലാപം സൃഷ്ടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. നിയമവാഴ്ചയെ നോക്കുകുത്തിയാക്കുന്ന ആ പ്രവണത അത് ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്നത് ഈ രണ്ട് കൂട്ടം ആളുകളാണെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇത് തന്നെയാണ്. മുന്നിലൂടെ പോകുന്ന പ്രൊസഷൻസ്, മതപരമായിട്ടുള്ള ചടങ്ങുകൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് ചില ഇതുപോലെയുള്ള ഘോഷയാത്രകൾ പോകുമ്പോൾ അതിലേക്ക് കല്ലുകൾ എറിഞ്ഞുകൊണ്ട് അതിൽ പ്രശ്നമുണ്ടാക്കുന്നതിൽ ഇന്ന് പേരുകേട്ട ഒരു കൂട്ടം ആളുകളുണ്ടെങ്കിൽ അതും ഈ പറയുന്ന കാക്കമാരുടെ ടീം തന്നെയാണ്. ഇതൊന്നും പറയാൻ ഇവിടെ ആരും മുന്നോട്ട് വരില്ല. ഒളിച്ചും പാത്ത് നിന്ന് മലമുകളിൽ നിന്ന് പോലും ഇരുന്ന് കല്ലെറിയുകയും അവരുടെ ഇടയിലേക്ക് ഇതുപോലെ അക്രമം അഴിച്ചുവിടുകയും ചെയ്യുന്ന കാഴ്ച ഇന്ത്യ കണ്ടതാണ്.